പോട്ട് മിക്സ് മണ്ണില്ലാതെ നടുമ്പോഴുള്ള ഗുണം നമുക്ക് സിമ്പിളായിട്ട് ഇത് മാറ്റി നടാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുണ്ട്, ഒറ്റ കൈക്ക് പൊക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഞാൻ പെയിൻറ്റ് ബക്കറ്റ് ആവശ്യമില്ല, കാരണം പെയിൻറ്റ് ബക്കറ്റ് ഫുള്ള് പൊടിഞ്ഞു തുടങ്ങി, സൈഡൊക്കെ പോയി കണ്ടോ, ഇവിടെയൊക്കെ പോയി തുടങ്ങി കണ്ടോ. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പെയിൻറ്റ് ബക്കറ്റൊക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. ഇതാണ് നമ്മുടെ പെയിൻറ്റ് ബക്കറ്റിൽ നിൽക്കുന്നത് നമ്മുടെ ബേറാപ്പിൾ. ഇതിപ്പോൾ നല്ല ഫുള്ള് തലയിലൊക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്. കാരണം നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നമ്മളൊരു പ്രൂൺ ചെയ്ത വീഡിയോ. ആ പ്രൂണിങ് ചെയ്തൊരു 2 മാസമായി. ജൂലൈയിലാണോ ജൂണിലോ പ്രൂൺ ചെയ്തതാണ്. നമ്മൾ പ്രൂൺ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം കണ്ടോ പുതിയ തലയിലൊക്കെ വന്നു കണ്ടോ. ഇതൊക്കെ കെട്ടി വെച്ചേക്കുമായിരുന്നു മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ പ്രൂൺ ചെയ്യും. ചിലർക്ക് പേടിയാണ് പ്രൂൺ ചെയ്യാൻ കണ്ടോ. ഇത് നമ്മൾ താഴെ വെച്ച് പ്രൂൺ ചെയ്ത ചെടികളാണ് ഇതൊക്കെ. എൻഡിങ് ഇതാ ഇവിടെയൊക്കെ വെച്ചിട്ട് എനിക്ക് കണ്ടതാ ഇവിടെ നോക്കി ഇവിടെയൊക്കെ വെച്ച് പ്രൂൺ ചെയ്ത ചെടിയാണ്. കാരണം ഇപ്പോൾ എല്ലാം വളർന്ന് നല്ല സെറ്റായി. ഇനിയിപ്പോൾ ഇതിൽ ഫ്ലവർ ഒന്നും തുടങ്ങിയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ. ഇതൊക്കെ ഫ്ലവറാണ്, ഈ കാണുന്നതൊക്കെ ഫ്ലവറാണ്, ഇതൊക്കെ ഫ്ലവറാണ്. പക്ഷേ ഇതൊന്നും പിടിക്കില്ല, കാരണം ചെറിയ മൂക്കാത്ത കമ്പാണ്, അതൊക്കെ പൊഴിഞ്ഞു പോകും. അപ്പം നമ്മൾ ഇതിനെ റീപ്പോർട്ട് ചെയ്യണം. കാരണം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു 2 വർഷം കഴിഞ്ഞൊരു പെയിൻറ്റ് ബക്കറ്റാണ് ഇത്. നമ്മൾ സോയിൽലെസ് ആണ്, അല്ലെങ്കിൽ സോയിൽ ഫ്രീ ആണ്. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് പൊക്കിയെടുക്കാൻ പറ്റും കണ്ടോ. ഇതുണ്ടോ, ഇതാണ് സിമ്പിളായിട്ട് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും. ഇതിൽ റൂട്ട് ബോണ്ടൊന്നും ആയിട്ടില്ല, എന്നാലും കുറച്ച് റൂട്ടുകളൊക്കെ അടിയിൽ പണ്ട് കുറേ ടൈലൊക്കെ ഇട്ട് ആ സമയങ്ങളിൽ നമ്മൾ ഒരു പോട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കുറേ സാധനങ്ങൾ ആഡ് ചെയ്യും. കുറേ കരിയിലയും ഓടും കഷ്ണമൊക്കെ, ഒരുപാട് ഓടും കഷ്ണമുണ്ട് നോക്കി. ഒഴിവാക്കട്ടെ, നമ്മൾ അന്ന് അങ്ങനെ ചെയ്തൊരു ഇതാണ്. നമുക്ക് അത്ര പരിചയമില്ലല്ലോ, ടൈലും കഷ്ണം ഓടും കഷ്ണം എല്ലാം ഉണ്ട്. അപ്പം ഇതുണ്ടോ, ഇതൊക്കെ അത്യാവശ്യം വേരായിട്ടുണ്ട്. പക്ഷെ എന്നാലും റൂട്ട് ബോണ്ടൊന്നും ആയിട്ടില്ല, അത്യാവശ്യം ഓക്കെയാണ്. സൈഡൊക്കെ നോക്കിയാൽ കാണാൻ കണ്ടോ. ഞാൻ തോന്നുന്നു നമ്മുടെ ഈ പോട്ട് മിക്സ് മണ്ണില്ലാതെ നടുമ്പോഴുള്ള ഗുണം നമുക്ക് സിമ്പിളായിട്ട് ഇത് മാറ്റി നടാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെടുക്കുക, നമ്മുടെ നമ്മൾ ഓൾറെഡി ഡൽഹി ഇരുന്ന അതേ കവറിലേക്ക് തന്നെ ആ ഒരു പോട്ടിലേക്ക് മാറ്റിയിടുക. കാരണം ഇത് അത്യാവശ്യം വേരായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം നിൽക്കുന്നത് വളരെ കുറവാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഏതായാലും മാറ്റി നടണം, അല്ല പറ്റില്ല. അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് ഫുള്ളായിട്ട് മാറ്റി നടാം. ഇതിപ്പോൾ നമ്മൾ സിമ്പിൾ കണ്ടോ, വളരെ സിമ്പിളായിട്ടുണ്ട്, ഒറ്റ കൈക്ക് പൊക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇത് മാറ്റി വെക്കാം. നമ്മുടെ പോട്ട് റെഡിയാക്കാം. ഇതാ ഇത്രയും ആവശ്യമുള്ളൂ, കാരണം അതിനുള്ള ഹോളുകളേ ഉള്ളൂ, 1-2 ഹോളുകളേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പം ആ ഹോൾ അടയാനുള്ള ലെവലിൽ ഇട്ടാൽ മതി. നമ്മൾ ആദ്യ കാര്യങ്ങൾ നമുക്ക് അത്ര എക്സ്പെൻസ് ഇല്ലാത്ത നമ്മൾ ഒരുപാട് ഓടും കഷ്ണമൊക്കെ ഇട്ടു, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്ലേ ബോൾ വേണം ഇടാം, അതിന് ഇടുന്നുള്ളൂ. എക്സ്ട്രാ ഇടുന്ന ക്ലേ ബോളാണ്. ഇനി നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ കുറച്ച് പോട്ട് മിക്സ് ബാക്കിയുണ്ട്, അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് നമുക്ക് ലെവലാക്കണം. നമ്മൾ ഓൾറെഡി പോട്ട് മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പം അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, ഇട്ടു. നമുക്കിതൊന്ന് വെച്ച് നോക്കാം എത്രത്തോളം ഓക്കെ ആണെന്നുള്ള. ഇത് പ്ലാന്റ് ഓക്കെയാണ്, ലെവലൊക്കെ കറക്റ്റാണ്. വേണമെങ്കിൽ കുറച്ചും കൂടെ പോട്ട് മിക്സ് മുകളിൽ ആഡ് ചെയ്യാം, ലെവലൊന്നും ആകാൻ വേണ്ടിയിട്ട്. സൈഡിൽ ഓൾറെഡി കുറച്ച് ഗ്യാപ്പുകളുണ്ട്, അപ്പോൾ ഗ്യാപ്പുകളൊന്ന് ഫില്ല് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഓക്കെയാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്താണ് ഇവിടെയൊക്കെ. ഇത് പ്രൂൺ ചെയ്തു, ഈ പ്രാവശ്യം പ്രൂൺ ചെയ്താണ് ഈ കാണുന്നത്. ഇത് ഈ പ്രാവശ്യം പ്രൂൺ ചെയ്താണ്, ഇത് ഈ പ്രാവശ്യം പ്രൂൺ ചെയ്താണ്. അപ്പം പ്രൂൺ ചെയ്ത സ്ഥലത്തൊക്കെ പുതിയ ശിഖരങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പം അന്ന് എന്നോട് പല ആൾക്കാരും ചോദിച്ചു, ഇത്രയും പ്രൂൺ ചെയ്താൽ എങ്ങനെ ശരിയാകും? ബേറാപ്പിൾ ഇത്രയും പ്രൂൺ ചെയ്യണം, അത് ഓർത്താൽ മതി. നിങ്ങൾ ഏത് വീഡിയോസ് നോക്കിയാലും മനസ്സിലാവും. ബേറാപ്പിൾ മുകളിൽ വെച്ചല്ല പ്രൂൺ ചെയ്യുന്നത്, താഴെ നിന്ന് തന്നെ കട്ട് ചെയ്യണം കണ്ടോ. അപ്പം ഈ ഒരു ലെവലിൽ അടുത്ത ശിഖരങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നു, ഇവിടെ നിന്ന് വന്നു. അപ്പോൾ ഇതൊക്കെ അടുത്ത ശിഖരമായിട്ട് വളർന്ന് നല്ല ഒരു നല്ല തരത്തിൽ തന്നെ നമുക്ക് വളർന്നു വരും. തണ്ടിന് കട്ടിയില്ലാത്തതുകൊണ്ട് വളഞ്ഞു കിടക്കും, നമ്മൾ കെട്ടി വെച്ചാൽ മതി. ഞാൻ കെട്ടി വെച്ചിരുന്നതാണ്. അപ്പം നമുക്കിതൊന്ന് പോട്ട് മിക്സ് ആഡ് ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പം നമുക്ക് പോട്ട് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പം നമ്മുടെ പോട്ട് മിക്സ് ആഡ് ചെയ്തു, ലെവലാക്കി. കുറച്ച് ചെരിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ പോട്ട് മിക്സ് ഒക്കെ ആഡ് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഒന്നും കൂടെ ചെറുതായിട്ട് താഴും. കുഴപ്പമില്ല, നമുക്കപ്പോൾ ഒന്നും കൂടെ ടോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഈ പേരിലേക്ക് മാറ്റി കളയണം, അല്ലെങ്കിൽ ഇനിയിപ്പം തെറ്റിദ്ധരിക്കണ്ടല്ലോ ആൾക്കാർ. ഇപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ബെയർ-ആപ്പിളും റീപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നല്ലൊരു പോട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റീപ്പോർട്ട് ചെയ്യുമ്പം ഒഴിവാക്കുന്ന പോട്ട് അടുത്ത എന്തെങ്കിലും ചെടികൾ നടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതാണ് എൻ്റെ ഒരു ഗുണമുള്ളത്. അപ്പോൾ നമ്മളത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ പെയിൻറ്റ് ബക്കറ്റ് ആവശ്യമില്ല, കാരണം പെയിൻറ്റ് ബക്കറ്റ് ഫുൾ പൊടിഞ്ഞു തുടങ്ങി. സൈഡൊക്കെ പോയി കണ്ടോ, ഇവിടെയൊക്കെ പോയി തുടങ്ങി കണ്ടോ. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പെയിൻറ്റ് ബക്കറ്റൊക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. കാരണം അത് പർപ്പസ് അതല്ലല്ലോ, നമ്മൾ ചെടി കാണാനുള്ള പർപ്പസ് അല്ല. ചില പെയിൻറ്റ് ബക്കറ്റ് നിൽക്കുന്നുണ്ട്, ചില മെറ്റീരിയൽസ് ഈ എന്താണ് നമ്മുടെ ആർട്ട് ബ്ലൂ പോലുള്ള ചില കെമിക്കൽ മെറ്റീരിയൽസ് വരുന്ന സാധനം നിൽക്കും. പക്ഷെ അല്ല നമ്മൾ ഈ പെയിൻറ്റാണ് വരുന്നെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ടോ. ഇതൊക്കെ ഒടിയും. ഇനിയിപ്പോൾ ഇത് ഒടിഞ്ഞാൽ അടുത്ത ലെവൽ ഈ സാധനമൊക്കെ ഒടിഞ്ഞു തുടങ്ങും. അത് നമുക്ക് നോക്കിയാൽ കാണാം, പല യൂട്യൂബ് വീഡിയോസിലും പെയിൻറ്റ് ബക്കറ്റൊക്കെ ഫുള്ള് പോയിരിക്കുകയാണ് കാണുന്നത്. കാരണം ഇത് കുറേ ഓടും കഷ്ണമൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം പ്ലാന്റ് കണ്ട സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു, കുറേ ഓടും കഷ്ണമൊക്കെ ഇടും. പിന്നെ മനസ്സിലായി അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആ ഹോള് മാത്രം അടയായിരിക്കാനുള്ള ഇതിട്ടാൽ മതി, ആവശ്യത്തിനുള്ള ചില്ലുകൾ ഇട്ടാൽ മതി. അപ്പം ഇത്രയാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ ബെയർ-ആപ്പിൾ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഇതിൻ്റെ മറ്റ് അപ്ഡേഷനുകൾ, ഇതിപ്പം ഓൾറെഡി പ്രൂൺ ചെയ്ത് കഴിഞ്ഞാണ്, അതിൻ്റെ അപ്ഡേഷൻ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്, എത്രത്തോളം പുതിയ ശിഖരങ്ങളൊക്കെ വന്നെന്നുള്ളത്.